So hi all, welcome back to the Atomic Literature. So today in this episode, we are going to discuss an essay which is written by Adrienne from the textbook from the book of Women Born, Motherhood as an Experience and as an Institution. And this part of essay, The Primacy of Mother, falls under the paper Gender Studies. And before moving on to the poem, we will have an idea, we will have a quick insight about the writer Adrienne Rich. So Adrienne Rich, she was an American poet, an academic and a feminist activist. അപ്പോൾ ഒരു യങ് ഏജിൽ തന്നെ ഷീ ഗോട്ട് മാരീഡ്. അങ്ങനെ 3 മക്കൾ ഉണ്ടാവുന്നുണ്ട്. അതിനുശേഷം ബിറ്റ്വീൻ ദ ഏജ് ഓഫ് 26 and 30 ഷീ ഹാസ് ലെഫ്റ്റ് ഹെർ ഹസ്ബൻഡ് ടു ലീവ് ഹെർ ഓൺ ലൈഫ് ആസ് എ ലെസ്ബിയൻ. അപ്പം 26 and 30 ഏജിൻ്റെ ബിറ്റ്വീൻ ഹസ്ബൻഡിനെ ലീവ് ചെയ്തൊരു ലെസ്ബിയൻ ലൈഫ് ലീഡ് ചെയ്യാനായിട്ട് പോകുന്നത് നമുക്ക് കാണാം. ആൻഡ് അറൌണ്ട് ദാറ്റ് ടൈം, ആ ഒരു സമയത്ത് 1976 ഷീ പബ്ലിഷ്ഡ് ദ ബുക്ക് ഓഫ് വുമൻ ബോൺ Motherhood as an Experience and an Institution. So, ഈ ഒരു ബുക്കാണ് which become the founding text in the field of maternal studies, announcing all the major themes that were to be explored by those who wrote about motherhood after her. അപ്പം ഈ ഒരു മെറ്റേണൽ അല്ലെങ്കിൽ ഒരു മദർഹുഡ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഫൗണ്ടിങ് ടെക്സ്റ്റ് തന്നെ നമുക്ക് ഈ ഒരു ബുക്കിനെ കാണാൻ സാധിക്കും. ഓഫ് വുമൻ ബോൺ ആസ് ആൻ എക്സ്പീരിയൻസ് ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻ. മദർഹുഡ് ആസ് ആൻ എക്സ്പീരിയൻസ് ആൻഡ് ആൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. സോ ഇതിൽ തന്നെ അവർ മെറ്റേണൽ ആംബിവാലൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ദ ഡിലീമാസ് ഓഫ് ദ റൈറ്റിംഗ് മദർ, ഹൗ മച്ച് ഇറ്റ് ഇസ് ഡിഫിക്കൽട്ട് ഫോർ എ മദർ ടു റൈറ്റ്. ദ ഹോൾഡ് ഓഫ് പാട്രിയാർക്കി ഓവർ ദ എക്സ്പീരിയൻസ് ഓഫ് ബർത്ത് ആൻഡ് മദർഹുഡ്. അതായത് ഹൗ ദിസ് മെൻ ഈസ് കൺട്രോളിങ് ദ റൈറ്റ് ഓഫ് റിപ്രൊഡക്ഷൻ ഓർ ദ കൺട്രോൾ ഓഫ് ബർത്ത്. അങ്ങനത്തെ അതിൻ്റെ മുകളിലുള്ളൊരു പാട്രിയാർക്കൽ ഹോൾഡിനെ കുറിച്ച് പറയുന്നുണ്ട്. ഇവരുടെ ഈ ഒരു ആഡ്രിൻ റിച്ചിൻ്റെ ഒരു റൈറ്റിങ്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അവരുടെ ലൈഫിന് ഈ ഒരു വർക്കിൽ തന്നെ പേഴ്സണൽ എലമെൻറ്റ്സ് എല്ലാം മിക്സ് ചെയ്തിട്ടുള്ള ഒരു റൈറ്റിങ്സ് ആയിരുന്നു. അക്കാഡമിക് റിഫ്ലക്ഷനും പേഴ്സണൽ ആയിട്ടുള്ള പേഴ്സണൽ ആയിട്ടുള്ള കൈൻഡ് ഓഫ് ഒരു ഇംപ്രഷന് നമുക്ക് ഈ ഒരു വർക്കിൽ കാണാൻ സാധിക്കും. വിച്ച് ഹാസ് നൗ ബിക്കം ദ ട്രെൻഡ് ഓഫ് പേഴ്സണൽ എസ്സേസ്. ഇപ്പം അതൊരു ട്രെൻഡായിട്ട് മാറുന്നു. പക്ഷേ അത് അന്ന് തൊട്ടേ അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് ഒരു മിക്സ്ചർ ആയിരുന്നു, നമുക്കൊരു ബ്ലെൻഡ് ആയിരുന്നു നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആൻഡ് സെക്കൻഡ്ലി ദ ഇൻറ്റൻസ്ലി പൊളിറ്റിക്കൽ ഫോക്കസ്. ഇതിൻ്റെ അകത്ത് പൊളിറ്റിക്കൽ ഫോക്കസും ഈക്വലൻ്റ് ആയിട്ട് നമ്മുടെ ആഡ്രിൻ റിച്ച് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. സോ വാട്ട് ഷീ സീസ് ഇൻ ദ essay ദ പ്രൈമസി ഓഫ് മദർ. അപ്പോൾ ഇപ്പോൾ ഡിഫറെൻറ്റ് ചാപ്റ്റേഴ്സ് ഉള്ള ഒരു ടെക്സ്റ്റാണിത്. അതിനകത്ത് ഒരു ചാപ്റ്ററാണ് ദ പ്രൈമസി ഓഫ് മദർ എന്ന് പറയുന്നത്. സോ ഇതിനകത്ത് മദർഹുഡ് ഫോർ റിച്ച് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് എ ഡൊമസ്റ്റിക് ഇഷ്യൂ, അല്ലെങ്കിൽ വളരെ ഇറ്റ്സ് എ ക്വസ്റ്റ്യൻ ഓഫ് ചോയ്സ്, അല്ലെങ്കിൽ ഒരു ലൈഫ് സ്റ്റൈൽ. എല്ലാ സൊസൈറ്റിയിലെ എല്ലാ മെമ്പേഴ്സിനെയും തന്നെ അഫക്റ്റ് ചെയ്യുന്നൊരു ചോദ്യമാണ്. ഫ്രം ദ മദേഴ്സ് ദംസെൽഫ് ടു ദെയർ ചിൽഡ്രൻ, ദ ഫാദർ, ദ ചൈൽഡ്സ്, ഇവരെല്ലാം അഫക്റ്റ് ചെയ്യുന്നൊരു ചോദ്യമാണ് വാട്ട് ഈസ് മദർഹുഡ്. സോ ഇറ്റ് ഹാസ് ടു ബി എക്സ്പ്ലോർഡ് ഫ്രം എ പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂ. നമ്മളൊരു കോമൺ പോയിന്റ് ഓഫ് വ്യൂവിൽ നിന്നൊരു പേഴ്സണൽ പോയിന്റ് ഓഫ് വ്യൂവിൽ വേണം ഈ മദർഹുഡിനെ കുറിച്ച് എക്സ്പ്ലോർ ചെയ്യാൻ. So she starts her exploration of motherhood by digging in her own private experience. അതായത് she pours back over the journal entries. അതായത് കുട്ടികൾ കുഞ്ഞായിരുന്നപ്പോൾ അവർ എഴുതാൻ ശ്രമിച്ചിരുന്ന ജേർണൽ എൻട്രീസിനെ കുറിച്ച് ഓർക്കുന്നുണ്ട്. she realizes how ambivalent her feelings were. അതായത് ആ സമയത്ത് ഉണ്ടായിരുന്ന മദർഹുഡിൻ്റെ കൺസ്ട്രെയിൻസ് എന്തായിരുന്നു, what were the difficulties that the mothers have to face while writing this kinds of works. അതെല്ലാം ഈ ഒരു സമയത്ത് ആ ഒരു പേഴ്സണൽ എലമെന്റ് വെച്ചിട്ട് നമ്മുടെ ആഡ്രിൻ റിച്ച് എഴുതുന്നുണ്ടായിരുന്നു. സോ ദസ് ഇഫ് വൺ ലുക്സ് അറ്റ് ദി ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മദർഹുഡ്, നമ്മൾ മദർഹുഡ് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ കാണുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മീൻസ് റാദർ ദാൻ സീയിങ് മദർഹുഡ് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ നമ്മൾ നോക്കേണ്ടത് വാട്ട് സൊസൈറ്റി സീസ്. അതായത് എന്താണ് സൊസൈറ്റി ആഗ്രഹിക്കുന്നത്, ഹൗ ദേ വോണ്ട് മദേഴ്സ് ടു ബി. അങ്ങനെ വേണം നമ്മൾ കാണേണ്ടത് എന്നാണ് പറയുന്നത്. കാരണം ഓരോ സൊസൈറ്റിയുടെ കുറച്ച് എക്സ്പെക്റ്റേഷൻസ് ഉണ്ട്. സ്ത്രീകൾ അങ്ങനെ ആയിരിക്കണം, സ്ത്രീകൾ ഇങ്ങനെ ആയിരിക്കണം, സ്ത്രീകൾ ഇങ്ങനെ ബിഹേവ് ചെയ്യണം, കുട്ടികളുള്ളപ്പോൾ അങ്ങനെ ചെയ്യരുത്, കുട്ടികളെ നോക്കണം, വുമൻ ആർ മെൻ ഫോർ നർച്ചറിങ് ചിൽഡ്രൻ എന്നൊക്കെയുള്ള കുറച്ച് സൊസൈറ്റിയിൽ എക്സ്പെക്റ്റേഷൻസ് ഉണ്ടല്ലോ. അപ്പം അത് വേണം നമ്മൾ ആദ്യം മനസ്സിലാക്കാൻ, അതെന്താണ്, അല്ല അതിനെതിരെ വേണം നമ്മൾ ആദ്യം റിയാക്ട് ചെയ്യാൻ. അതൊക്കെയാണ് നമ്മുടെ മദർഹുഡിനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്കുന്നത്. ദാറ്റ് സൊസൈറ്റി എക്സ്പെക്ടേഷൻസ്. മാരേജ് ഈസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ. അപ്പോൾ ഇതെല്ലാം മദർഹുഡിനെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ആക്കുന്നു എന്നാണ്
ആഡ്രിയൻ റിച്ച് ഇവിടെ പറയാൻ ശ്രമിക്കുന്നത്. ഈവൻ നമുക്ക് മനസ്സിലാക്കും സ്ത്രീകൾക്ക് അവരുടെ ലൈഫിൽ പോലും കൺട്രോൾ ഇല്ല. ലൈക്ക് വെൻ ഇറ്റ് കംസ് ടു മദർഹുഡ് അല്ലെങ്കിൽ വെൻ ഇറ്റ് കംസ് ടു മാരേജ് സ്ത്രീകൾക്ക് വോയിസ് ഉണ്ടെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നുണ്ട്. ഈവൻ ഈ ഒരു കാലത്ത് പോലും ഇപ്പം ഈവൻ ദോ ദിസ് മച്ച് പ്രോഗ്രസ്ഡ് അവർ വേൾഡ് ഹാസ് ബിക്കം, അല്ലെങ്കിൽ അവർ കൺട്രി അല്ല എന്തോ ആയിക്കോട്ടെ, നമ്മുടെ ഹ്യൂമൻസ് ഇത്രയും പ്രോഗ്രസ്ഡ് ആയി എന്ന് പറഞ്ഞാൽ പോലും ഈവൻ ടുഡേ വി ക്യാൻ സീ ദാറ്റ് വിമൻ ഡസൻ ഹാവ് ദ കൺട്രോൾ ഓവർ ഹെർ സെൽഫ്. ഇപ്പോഴും എത്ര കുട്ടികൾ വേണമെന്ന് തീരുമാനിക്കുന്ന പുരുഷന്മാരാണ്, കുട്ടികൾ വേണമെന്ന് തീരുമാനിക്കുന്ന പുരുഷന്മാരാണ്, എപ്പോൾ വേണം കുട്ടികളെന്ന് തീരുമാനിക്കുന്നത് പുരുഷന്മാരാണ്. ഇതെല്ലാം ഇപ്പോഴും സൊസൈറ്റിയിൽ പ്രിവലൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം നമ്മൾ ആദ്യം ഇറേസ് ചെയ്തെങ്കിൽ മാത്രമേ ഒരു വുമണിൻ്റെ പുറത്തൊരു കൺട്രോൾ ഉണ്ടാവുള്ളൂ. ദാറ്റ് ഷീ ഹാസ് ഗിവൺ ഹർ കൺട്രോൾ ഫോർ ഹർ ഹസ്ബൻഡ് ഓർ ഹർ ഫാദർ, ഹൂഎവർ ഇറ്റ് ഈസ്. ആ പുരുഷന്മാരാണ് ഇപ്പോഴും സ്ത്രീകളുടെ ബോഡിയുടെ മുകളിലായിക്കോട്ടെ, സ്ത്രീകളുടെ ഹോൾ സിസ്റ്റത്തിൻ്റെ മുകളിൽ കൺട്രോൾ ചെയ്യുന്നത് ഇറ്റ് ഈസ് ദ മെൻ എന്നാണ് പറയുന്നത്. സോ ഇവിടെ ആഡ്രിയൻ റിച്ച് പറയാൻ ശ്രമിക്കുന്നത് എന്താ പ്രൈമറി തീസിസ് എന്ന് പറയുന്നത് മദർഹുഡ് എന്ന് ഇറ്റ് ഈസ് ബോത്ത് പ്രൈവറ്റ് റിയാലിറ്റി ദാറ്റ് ഒന്നെന്ന് പറയുന്നത് വുമൻ എക്സ്പീരിയൻസ് ചെയ്യുന്നത് ആസ് മദേഴ്സ് വാട്ട് ദ എക്സ്പീരിയൻസ്, ഒന്നെന്ന് പറയുന്നത് സൊസൈറ്റി സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് മദർഹുഡ്, അതായത് സ്ത്രീകളുടെ പല ആഗ്രഹങ്ങളെയും ലിമിറ്റ് ചെയ്യുന്നു. ഒരു നർച്ചറിങ് കുട്ടികളെ നോക്കാൻ വേണ്ടി മാത്രമാണ് സ്ത്രീകൾ എന്നുള്ളൊരു കൈൻഡ് ഓഫ് ലിമിറ്റേഷൻസ് അവർക്ക് കൊടുക്കുന്നു. ഈവൻ ദോ അവർക്ക് അതിൻ്റെ അപ്പുറം ഒരു കാലിബർ ഉണ്ട്, ഇതിൻ്റെ അപ്പുറം ഒരു കപ്പാസിറ്റി ഉണ്ടെങ്കിൽ പോലും നോ യു ഡോണ്ട് ഹാവ് ടു ഡു ദാറ്റ്. പുറത്ത് പോയി ജോലി എടുക്കാൻ ഞങ്ങളുണ്ട്, പുറത്ത് പോയി നിങ്ങളെ ഫീഡ് ചെയ്യാനുള്ള സമ്പാദിക്കാൻ ഞങ്ങളുണ്ട് എന്നൊക്കെയാണ് അവർ പറയുന്നത്. ദാറ്റ് ലിമിറ്റ്സ് ദ കപ്പാസിറ്റി ഓഫ് വിമൻ എന്നാണ്, ദാറ്റ് ലിമിറ്റ്സ് ദ കപ്പാസിറ്റി ഓഫ് ദി ജെൻഡർ ഓഫ് വിമൻ എന്നാണ് പറയുന്നത്. സോ ഇവിടെ എല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് സ്ത്രീകളുടെ ഒരു കൈൻഡ് ഓഫ് പേടി, അവരുടെ അല്ലെങ്കിൽ ദേ വിഷ് ടു ബി ഇൻഡിവിജ്വൽ ആൻഡ് ഫ്രീ, അതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നെങ്കിൽ കുറേ സ്ത്രീകൾ ഇതെല്ലാം അക്സെപ്റ്റ് ചെയ്ത് ഒതുങ്ങിക്കൂടും, വേറാസ് ദ റെസ്റ്റ് ഓഫ് ദി പീപ്പിൾ റെസ്റ്റ് ഓഫ് ദി വിമൻ വിൽ സ്റ്റാർട്ട് റിയാക്ടിങ്. പക്ഷെ അതിന് പോലും അവർക്ക് ദ റിസൾട്ട് ഈസ് നോട്ട് സംതിങ് വിച്ച് ഇസ് ലൈക്ക് എ പ്രോപ്പർ വെൽക്കമിങ് ഗിവൺ ബൈ ദ സൊസൈറ്റി. ദ മദർ സ്റ്റാൻഡ്സ് ഫോർ ദ വിക്ടിം ഇൻ അവർ സെൽഫ്, ദ അൺഫ്രീ വുമൻ ഓർ ദ മാർട്ടിയർ എന്നൊക്കെയാണ് പറയുന്നത്. അപ്പം ഒരു അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് വിമൻ ആർ ഓൾവേസ് ബീൻ സീൻ ആസ് അൺഫ്രീ. ഷീ ഈസ് എ വിക്ടിം, ദാറ്റ് ഈസ് എ റിയാലിറ്റി. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും the primacy of there are certain powers that the women possess. പക്ഷെ അത് പലപ്പോഴും ആ ഒരു പവർ തന്നെ ചിലപ്പോൾ ഒരുപക്ഷെ സ്ത്രീകളുടെ വീക്ക്നെസ് ആയിട്ട് മാറും നമുക്ക് കാണാൻ സാധിക്കും. So she is charged with the powers of child bearing that is denied to man. അതായത് നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയാൽ മനസ്സിലാവും, നമ്മളിപ്പോൾ ശരിയാണ് ജെൻഡർ ഇക്വാലിറ്റിയാണ് ആഗ്രഹിക്കുന്നതെങ്കിൽ പോലും വിമൻ ഹാവ് മോർ പവർ ദാൻ ദാറ്റ് ഓഫ് മെൻ. പലപ്പോഴും കാണാതെ പോകുന്നതാണ്. അതായത് പുരുഷന്മാർ പറയും ഇന്ന കാലത്ത് പ്രസവിക്കണം അല്ലെങ്കിൽ ഇന്ന കാലത്ത് കുട്ടികൾ വേണം എന്ന് പറഞ്ഞാൽ പോലും ദേ കോൺ ഗിവ് ബർത്ത് ടു എ ചൈൽഡ്. സോ എ മാൻ കോൺ ഗിവ് ബർത്ത് ടു സമ്മൺ. അപ്പോൾ അതൊരു പവറാണ് ദാറ്റ് ഇസ് ഡിനൈഡ് ടു മാൻ. സോ പവേഴ്സ് ഓൺലി ഹാഫ് understood. So women were confronted with a great silence which apparently had two paths to follow. ഒന്നെന്ന് പറയുന്നത് ഈ ഒരു ഒപ്രഷനും സാങ്ഷൻ എന്താ ഡീറ്റെയിലിംഗ് ലോസ് ആൻഡ് സാങ്ഷൻസ് അതെല്ലാം എന്താണ് അക്സെപ്റ്റ് ചെയ്ത് പോവുക. ഒന്നെന്ന് പറയുന്നത് ടു ബ്രേക്ക് ഓൾ ദ സൈലൻസസ്, ആ സൈലൻസ് എല്ലാം ബ്രേക്ക് ചെയ്യുക എന്നുള്ളതാണ് ദ അതർ പാത്ത് എന്ന് പറയുന്നത്. സോ ഇഫ് വി were not really simply bound by nature to the passive, docile, irrational aspects of human personality, the institutions and culture that determined our nature, the victimization, abnegation demanded of motherhood to be seen as the inversion of a period of mother power of matriarchy. അതായത് എന്താണ് ഒരു ഇടയ്ക്ക് there was a matriarchal time. അപ്പോൾ ആ ഒരു മദർ പവർ ഓഫ് മാട്രിയാർക്കിയുടെ ഇൻവേർഷനാണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന വിമൻ്റെ ഒരു വിക്ടിമൈസേഷൻ. ഒരു പാട്രിയാർക്കൽ ആ ഒരു ഡിഫറൻസ് ആണ്, മാട്രിയാർക്കി ആൻഡ് പാട്രിയാർക്കൽ ഡിഫറൻസ് ആണ് പറയുന്നത്. സോ നമുക്ക് പിന്നെ കാണാൻ സാധിക്കുന്നത് is the desire for a clearly defined past, the search for a tradition of female power also springs from an intense need for validation. If women were powerful once, a precedent exists. If female biology was ever once a source of power, it need not be remain what it has become, a root of powerlessness. അതായത് ഒരു ഫീമെയിൽ ബയോളജി എന്ന് പറഞ്ഞൊരു പവർ തന്നെയാണ് സ്ത്രീകൾ. അതിപ്പോഴും ആ ഒരു പവർ തന്നെയായിട്ട് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അതൊരിക്കലും നമ്മളൊക്കെ ഒരു വീക്ക്നെസ് ആയിട്ട് ഉണ്ടാവരുത് എന്നുള്ളതാണ് ഒരു ഫാക്ട്. ഇത് സർട്ടൺ റൈറ്റേഴ്സ് ആയിട്ടുള്ള എലിസബത്ത് ഗോൾഡ് ഡേവിസ് ഒക്കെ എന്താണ് ആർക്കേഡിയൻ മാട്രിയാർക്കൽ വേൾഡിനെ അതിനെയൊക്കെ എടുത്തിട്ട് കുറേ ബുക്കുകളൊക്കെ എഴുതുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ദ റോബർട്ട് ഗ്രേവ് വാസ് ദ വൈറ്റ് ഗോഡസ് അതൊക്കെ പറയുന്നത്. പിന്നെ ദ വർക്ക് ഓഫ് ടു മെൻ, ജെ ബാച്ചോഫൻ ആൻഡ് റോബർട്ട് ബ്രിഫോൾഡ്,
അപ്പോൾ ഇവരെല്ലാം വർക്കിൽ എന്താണ് കൂടുതലും ഈ ഒരു ഫീമെയിൽ പവറിനെ കുറിച്ചും അതിനെക്കുറിച്ചൊക്കെയാണ് സംസാരിക്കുന്നത്. So the reader of Helen Dinner or Elizabeth Gold Davis is likely to receive the impression that Bachofen was a celebrant of female power. Bachofen എന്ന മെൻ റൈറ്റർ ഫീമെയിൽ പവറിന്റെ സെലിബ്രന്റ് ആയിരുന്നു. ആൻഡ് ഹി പെർസീവ് ദ മാട്രിയാർക്കൽ ഏജ്, അതായത് മാട്രിയാർക്കൽ ഏജിനെ എന്താണ് ഒരു ഗോൾഡൻ ഏജ് ആയിട്ട്, ഒരു ലോസ്റ്റ് ഉട്ടോപ്പി ആയിട്ടാണ് ബാച്ചോഫൻ തന്നെ കണക്കാക്കുന്നത്. Then we can see that it is a superior phase that is essentially a stepping stone towards the higher phase of fatherhood. അതായത് matriarchy is necessary to for the education of mankind and particularly the men. Matriarchy ഉണ്ടായിരുന്ന സമയത്ത് ജസ്റ്റ് ആസ് ദ ചൈൽഡ്, നമ്മുടെ ഒരു കുട്ടിയെ എങ്ങനെയാണ് അമ്മമാർ പഠിപ്പിക്കുന്നത്, നമ്മളെപ്പോഴും കുട്ടി ആദ്യം വിളിക്കുന്നത് അമ്മ എന്നാണെങ്കിൽ ആ അമ്മമാർ പഠിപ്പിക്കുന്നത് പോലെ, അമ്മമാർ പറഞ്ഞു കൊടുക്കുന്ന എഡ്യൂക്കേഷൻ പോലെ തന്നെ ഈവൻ മെന്നിന് പോലും നമ്മൾ വിമൻ ആണ് എഡ്യൂക്കേറ്റ് ചെയ്യേണ്ടത്. സോ ദ മെയിൽ മസ്റ്റ് സെർവ്, നമ്മളെ ഗവേൺ ചെയ്യുന്നതിന് മുന്നേ അത് സെർവ് ചെയ്യാൻ പഠിക്കണം. സോ ഇറ്റ് ഈസ് എ വുമൻസ് വെക്കേഷൻ ടു ടൈം ദ മാൻസ് പ്രൈമോർഡിയൽ സ്ട്രെങ്ത്. ഒരു മനുഷ്യൻ്റെ, ഒരാണിൻ്റെ പ്രൈമോർഡിയൽ സ്ട്രെങ്തുകൾ പോലും ആദ്യം ടൈം ചെയ്യാന്ന് പറഞ്ഞത് വിമന്റെ ഡ്യൂട്ടി എന്നുള്ള രീതിയിലാണ് പറയുന്നത്. ഓക്കെ, സോ ദെൻ വി ക്യാൻ സീ ഇൻ ദ ബ്രേക്കിംഗ് ദ മാട്രിയാർക്കൽ ബോണ്ട്സ് മാൻ ഡീഗ്രേഡ്സ് ആൻഡ് ഡീബേസസ് വിമൻ. അതായത് മാട്രിയാർക്കൽ ബോണ്ട് ഇല്ലാതായതോടെ ഈ ആണുങ്ങളെല്ലാം സ്ത്രീകളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. റാദർ തന്നെ പറഞ്ഞു കൊടുത്തത് അതിൻ്റെ അകത്ത് ശരി തെറ്റ് മനസ്സിലാക്കുന്നതിന് പകരം സ്ത്രീകളെ ഒറ്റടക്കം അടിച്ചമർത്തി ഒരു പാട്രിയാർക്കൽ സിസ്റ്റം കൊണ്ടുവരുന്നതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. So for many women, Davis provided a genesis, though not a resting place for speculation about the possibility and nurture of female power. ഒരു സ്പ്രിംഗ് ബോർഡ് ഇൻ ഫെമിനിസ്റ്റ് ഡിസയർ ആയിരുന്നു കൊണ്ടുവന്നത്. കാരണം throughout most of the world there is an archaeological evidence of a period when women are venerated in several aspects. അതായത് ഒരു പ്രൈമറൽ വൺ എന്ന് പറഞ്ഞാൽ മെറ്റേണൽ ഒരെണ്ണം, പിന്നെ ഒരു ഗോഡസ് വർഷിപ്പ് പ്രിവെയിൽ, സ്ത്രീകളെ ഒരു ഗോഡസ് വർഷിപ്പ് പ്രിവെയിൽ ചെയ്യുന്ന സമയത്തുണ്ടായിരുന്ന സ്ത്രീയുടെ റോള്. വെൻ ദ മിത്ത് ഡെപ്പിക്റ്റഡ് സ്ട്രോങ് ആൻഡ് റിവേർഡ് ഫീമെയിൽ ഫിഗേഴ്സ്, അതായത് പണ്ട് മിത്തിന്റെ സമയത്തൊക്കെ ഫീമെയിൽ ഫിഗേഴ്സിനെ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലൊക്കെയാണ് ഡെപ്പിക്റ്റ് ചെയ്തിരുന്നത്. സോ വി എൻകൗണ്ടർ ഫീമെയിൽ ആസ് എ പ്രൈമൽ പവർ. ആ സമയത്ത് നമ്മൾ ഫീമെയിലിനെ ഒരു പ്രൈമൽ പവർ ആയിട്ട് തന്നെയാണ് കണ്ടുവരുന്നത്. സോ ദ ആർട്ട് ഓഫ് പോട്രി മേക്കിംഗ് വാസ് ഇൻവെന്റഡ് ബൈ വിമൻ. അതായത് പോട്രി മേക്കിംഗ് എന്ന് പറഞ്ഞൊരു ആർട്ട് എന്ന് പറഞ്ഞാൽ വിമൻ കൊണ്ടുവരുന്നതും, ആൻഡ് ദാറ്റ് വാസ് എ ടാബു ടു മെൻ. അതൊരു സേക്രഡ് പ്രോസസ്സാണ്. അതെന്ന് പറയുന്നത് എന്താണ്, ഒരു ഫെമിനിൻ്റെ ഒരു ക്രിയേറ്റീവ് ആക്ടിവിറ്റിയാണ്, ലൈക്ക് ദാറ്റ് ഓഫ് മേക്കിംഗ് ചൈൽഡ് എന്നുള്ള രീതിയിലാണ് ഈ ആർട്ട് ഓഫ് പോട്രി മേക്കിങ്ങിനെ കണ്ടിരുന്നുകൊണ്ടിരുന്നത്. സോ ഇൻ പോട്രി മേക്കിംഗ് ദ വിമൻ എക്സ്പീരിയൻസ് പ്രൈമോർഡിയൽ ക്രിയേറ്റീവ് ഫോഴ്സ്. വിമൻ ആണ് അവിടെയും ഒരു പ്രൈമറി ആയിട്ടുള്ള ഒരു ക്രിയേറ്റീവ് ഫോഴ്സ് ഉണ്ടായിരുന്നത് സ്ത്രീകൾക്കായിരുന്നു. So it was out of her body that they created women, men created women, created continuing existence. അതായത് നമുക്കറിയാം സ്ത്രീകളാണ് ഒരു നമ്മുടെ വേൾഡിൽ ഒരു എന്താ പറയുന്ന ഒരു എക്സിസ്റ്റൻസ് കണ്ടിന്യൂ ചെയ്യാനായിട്ട് ഉള്ളൊരു റീസൺ എന്ന് പറയുന്നത് ദാറ്റ് ദേ ക്രിയേറ്റഡ് മാൻ, വുമൻ, അങ്ങനത്തെ എല്ലാം നമ്മുടെ സ്ത്രീകളുടെ ഒരു പ്രൈമറി പവർ തന്നെയാണ്. So spiritualized into a divine being, she was a source of vegetation, fruition, fertility of every kind. അപ്പോൾ ഇതിനെല്ലാം ഒരു സോഴ്സ് എന്ന് പറയുന്ന സ്ത്രീകളായിരുന്നു. Whether she bore children or not, as potter and weaver, she created the first object, which were more than objects, were works of art, thus of magic, and which were also the products of the earliest scientific activity, including the lore of herbs and roots, the art of healing, that of the nurturing the young. അപ്പോൾ ഇതെല്ലാം എന്താണ്, ഈവൻ ബീങ് ദ പോട്ടർ, ദ വീവർ, എല്ലാ ഒബ്ജക്ട്സിനെയും ക്രിയേറ്റ് ചെയ്തിരുന്നത് ആദ്യം സ്ത്രീകളായിരുന്നു എന്നുള്ളൊരു പ്രൈമൽ പവറാണ് അവിടെ കൊടുക്കുന്നത്. ദാറ്റ് ഷീ വാസ് നോട്ട് എ പ്രൊഡ്യൂസർ, ഷീ വാസ് എ സ്റ്റെബിലൈസർ ഓഫ് ലൈഫ്. ലൈഫിൻ്റെ ഒരു സ്റ്റെബിലൈസർ എന്ന് പറയുന്ന ഒരു പവറായിരുന്നു ഫീമെയിൽസിന് ഉണ്ടായിരുന്നത്. ദെയർ ടു ഷീ വാസ് എ ട്രാൻസ്ഫോർമർ. അവരുടെ ഒരു മെൻസ്ട്രൽ ബ്ലഡ് ആയിരുന്നു ഒരു ഇൻഫൻറ്റിലേക്കുള്ളൊരു ട്രാൻസ്ഫർമേഷൻ. അതിൽ ആ ഒരു മെൻസ്ട്രൽ ബ്ലഡ് ആയിരുന്നു ശേഷം എന്താണ് ഒരു മദേഴ്സ് ബ്രസ്റ്റിൽ നിന്നും ഫ്ലോ ചെയ്യുന്നൊരു മിൽക്ക് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു ട്രാൻസ്ഫോർമേറ്റീവ് പവർ നമ്മുടെ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്നു. സോ വിമൻ ഡിഡ് നോട്ട് സിംപ്ലി ഗീവ് ബർത്ത്. പക്ഷേ എന്താണ് സംഭവിക്കുന്നത്, ഒരു വേൾഡിൽ ഒരു ലൈഫ് എന്ന് പറയുന്നൊരു കാര്യം എക്സിസ്റ്റ് ചെയ്യാൻ തന്നെ പോസിബിലിറ്റി കൊടുത്തത് സ്ത്രീകളായിരുന്നു. സോ ദാറ്റ് വാസ് the power of women, the primacy of women, or women.
സോ ഹർ ബ്രസ്റ്റ് ഫർണിഷ്ഡ് ദ ഫസ്റ്റ് ഫുഡ്. എല്ലാവരും ആദ്യം കഴിക്കുന്ന ആദ്യ ഭക്ഷണം എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ അമ്മമാരുടെ പാലാണ്. അപ്പോൾ ആ ഒരു ഫസ്റ്റ് മിൽക്ക് കൊണ്ട് കൊടുക്കുന്ന, ഫസ്റ്റ് ഫുഡ് കൊണ്ട് കൊടുക്കുന്ന സ്ത്രീകളായിരുന്നു. സോ വി ക്യാൻ സീ ഹർ കൺസേൺ ഫോർ ദ ചൈൽഡ് ലെറ്റ് ഹർ ബിയോണ്ട് ദ one-to-one റിലേഷൻഷിപ്പ്. അതെല്ലാം ദ വുമൻസ് ബോഡി വിത്ത് ഇറ്റ്സ് പൊട്ടൻഷ്യൽ ഫോർ ജസ്റ്റേറ്റിംഗ്, ഫോർ നറിഷിംഗ് ദ ന്യൂ ലൈഫ് has been through the ages a field of contradictions. That is a space which is invested with power. ഒരു പവർ എന്ന് പറയുന്നതിൻ്റെ അകത്ത് ഏറ്റവും വലിയ ഒരെണ്ണം തന്നെയാണ് ഇതെല്ലാം എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ദ പ്രൈമസി ഓഫ് മദർഹുഡ്, ദ പ്രൈമസി ഓഫ് മദർ. So the prime of women born that motherhood is but one physical dimension of a woman's being. So rather than being defined as mothers or by the status as childless, അല്ലെങ്കിൽ കുട്ടികളില്ല എന്നുള്ളതാണ് ചിലപ്പോൾ ചില സ്ത്രീകളുടെ സ്റ്റാറ്റസ്. ചിലവർക്ക് മദർ അല്ലെ ഒരു അമ്മ എന്നുള്ളതാണ് ഒരു സ്റ്റാറ്റസ്. പക്ഷെ അതൊന്നും ആവരുത്. ശരിക്കുമുള്ള സ്റ്റാറ്റസ് എന്ന് പറയുന്നത് എന്തായിരിക്കണം? ദാറ്റ് എ വേൾഡ് in which every woman is the presiding genius of her own body. എൻ്റെ ബോഡിയിൽ എന്തൊക്കെ സംഭവിക്കണം എന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണമായ റൈറ്റ് എനിക്ക് വേണം എന്നുള്ള രീതിയിൽ ഒരു വുമൺ മാറണം. ആൻഡ് ഷീ ഷുഡ് ബി, ഇപ്പം ഒരു പുരുഷന്മാരെ പുരുഷൻ എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്ത്രീകൾ ഒരു അമ്മയെന്നോ അല്ലെങ്കിൽ ഒരു കുട്ടികളില്ലാത്തവരെന്നോ നല്ല ഡിഫൈൻ ചെയ്യുന്നത്. സ്ത്രീകളെയും ഒരു അതേ ജെൻഡറിൽ തന്നെ വേണം ഡിഫൈൻ ചെയ്യാൻ. ദാറ്റ് വുമൻ ഈസ് വുമൻ ലൈക്ക് ദാറ്റ് ഓഫ് മെൻ. അതിൻ്റെ അർത്ഥം ഇപ്പോൾ ഒരു സ്ത്രീ ഒരു അമ്മയായി കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം അതിൽ ആ സ്ത്രീ ഐസൊലേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ സോഷ്യൽ അല്ലെ പ്രൊഫഷണൽ വേൾഡിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യരുത് എന്നൊന്നുമല്ല. ദാറ്റ് ഈ ഒരു പവർ എന്നൊക്കെ പറയുന്നത് സ്ത്രീകൾ എക്സ്ട്രാ പവേഴ്സാണ്. അത് നമ്മൾ റെസ്പെക്റ്റ് ചെയ്യാനാണ് പഠിക്കുന്നത്. അല്ലാണ്ട് അതിൻ്റെ അർത്ഥം സ്ത്രീയെ ഐസൊലേറ്റ് ചെയ്യുക എന്നല്ല എന്നുള്ളൊരു കൈൻഡ് ഓഫ് എക്സാമ്പിളാണ് നമ്മുടെ ഈ ആഡ്രിയൻ റിച്ച് ഈ ഒരു പെർട്ടിക്കുലർ ബുക്ക്, അതായത് ഓഫ് വുമൻ ബോൺ മദർഹുഡ് ആസ് എൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് എൻ എക്സ്പീരിയൻസ് എന്ന ബുക്കിൽ ഈ പ്രൈമസി ഓഫ് മദറിൻ്റെ അകത്ത് പറയുന്നത്. സോ ഇറ്റ് ക്വസ്റ്റ്യൻസ് ദാറ്റ് എവറിത്തിങ് ദാറ്റ് വാസ് കൺസിഡർഡ് നാച്ചുറൽ ഫോർ എ വുമൻ. എന്തൊക്കെയായിരുന്നു ഒരു സ്ത്രീകളെ സംബന്ധിച്ചുള്ള നാച്ചുറൽ എന്ന് കരുതിയിരുന്നത്? ഹെർ സെക്ലൂഷൻ ഇൻ ദ ഡൊമസ്റ്റിക് ഫിയർ, അതായത് ഒരു ഡൊമസ്റ്റിക് ഫിയറിലേക്ക് അവരെ സെക്ലൂഡ് ചെയ്തിരുന്നത്, അല്ലെങ്കിൽ ആ ഒരു റോള് എന്താണ്, ഇപ്പം ഒരു ഹസ്ബൻഡ് സിസ്റ്റത്തിൻ്റെ അകത്ത് ഒരു സ്ത്രീകളുടെ റോള് ചുരുക്കിയിരുന്നത്, കൺഫൈൻ ചെയ്ത് എന്താണ് വൈഫ് അല്ലെങ്കിൽ ഹൗസ് കീപ്പർ അല്ലെ മദർ, അതിനെയൊക്കെ ഒരു നാച്ചുറലായിട്ട് നമ്മൾ കണ്ടുവരുന്ന വേൾഡിൽ ഇതെല്ലാം നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു ഓഥറിനാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. And we can see that the rich paves the way for feminist fight for women's autonomy and the freedom of choice over their lives and their bodies. So this is all about this essay where Adrienne Rich is speaking for the sake of women, or she's motivating the women to fight for their rights over their bodies or over their freedom of choice. And in this essay, she is speaking about the powers of women, the power of reproduction, the power of sustaining life, the power of transforming the transformative power of menstrual blood to that of giving a birth to a child, the matriarchal society, the myth, the female powerful figures that were created back in the history. And this is all about this essay, The Primacy of Mother, which is written by Adrienne Rich. And if you need any notes regarding this essay, you can send an email, which is given in the description box. We'll meet with another story, and until then, see you all.